സന്ദീപ് വാര്യർ. കണ്ടോ, നിങ്ങൾ കോടതിയിൽ തോറ്റ, നിങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള സർക്കാരിന്റെ സർവേ, ഇറങ്ങാൻ പോകുന്ന സർക്കാർ എന്തിന് സർവേ നടത്തുന്നു, ഇറങ്ങാൻ പോകുന്ന സർക്കാർ എന്തിന് സന്ദേശം അയക്കുന്നു എന്നുള്ള നിങ്ങളുടെ വാദങ്ങൾ കോടതിയിൽ പൊളിഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഈ വാദവും നിങ്ങൾക്ക് കോടതിയിൽ പൊളിയും എന്ന ആത്മവിശ്വാസമാണ് സർക്കാരിന്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് ഈ കേരളത്തിലെയും രാജ്യത്തെയും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഞാനും സ്മൃതിയും അടക്കമുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും അടക്കമുള്ള മലയാളികൾ നൽകിയിട്ടുള്ള നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ എന്ന പേരിൽ ഒരു വലിയ പരസ്യം, 4-5 പേജുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരസ്യ, ഒരുപാട് പേജുകൾ, ലക്ഷങ്ങളോ കോടികളോ ചെലവ് വരുന്ന പരസ്യ ധൂർത്ത് നടത്തിയിരിക്കുകയാണ്. ആ പരസ്യ ധൂർത്തിനൊപ്പം കഴിഞ്ഞ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ എന്ന പേരിൽ UDF ഭരണകാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് സെലക്ട് ചെയ്തുകൊണ്ടുള്ള സർക്കാരിനെതിരെയുള്ള നെഗറ്റീവ് വാർത്തകൾ കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് സ്മൃതി ചില സുപ്രീം കോടതി വിധികളും നിലവിലുള്ള ചട്ടങ്ങളൊക്കെ ഉദ്ധരിച്ചു. അപ്പോൾ അതൊന്നും ഞങ്ങൾ തെറ്റിച്ചിട്ടില്ല, ഞങ്ങളെല്ലാം നിയമപരമായി കൃത്യമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. പക്ഷേ ഇവിടെ 2015 കോമൺ കോസ് വേഴ്സസ് സുപ്രീം യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള 2015 കോടതി വിധിയിൽ കൃത്യമായിട്ട് സുപ്രീം കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ള പാരാമീറ്റേഴ്സ് വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് സുപ്രീം കോടതി സൂചിപ്പിക്കുന്നുണ്ട്, സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ മാത്രമായിരിക്കണം പരസ്യം എന്ന് പറയുന്നത്. അത് തന്നെ രാഷ്ട്രീയമായിട്ട് നേട്ടം ഉണ്ടാക്കാനായിരിക്കരുത്, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായിട്ട് അവരെ ആക്രമിക്കുന്നതാവരുത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇകഴ്ത്തിക്കാട്ടുന്നതാവരുത്, രാഷ്ട്രീയ എതിരാളികളെ ഇകഴ്ത്തിക്കാട്ടുന്നതാവരുതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ വളരെ സുപ്രീം കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇതെല്ലാം നമ്മുടെ മുൻപിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് രാജ്യത്ത് നിലവിലിരിക്കുന്ന ചട്ടങ്ങളെയും നിയമങ്ങളെയും സുപ്രീം കോടതി വിധികളെയും ഒക്കെ അതിലംഘിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങ് പരസ്യം കൊടുത്ത് കളയും എന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിട്ടത്. ഈ CPM-കാർ മനസ്സിലാക്കേണ്ടത്, PRD എന്ന് പറഞ്ഞാൽ പിണറായിയുടെ റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നല്ല, അത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരളയാണ്. ഞാൻ ഇന്നിപ്പോ ഈ ചർച്ചയിൽ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് എന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ഒരു കാര്യം പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഈ PRD ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ജീവൻലാൽ, അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്താ? അദ്ദേഹം CPM-ന്റെ ഈ കിണർഗോലുവിന്റെ സൈബർ ടീമുകൾ ഉണ്ടല്ലോ, ഈ കിണർഗോലു സൈബർ ടീമിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ അങ്ങേയറ്റം മോശപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ സ്വന്തം മൊബൈൽ നമ്പറിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ഇതാണ് PRD ഡിപ്പാർട്ട്മെന്റിലെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന, നേരത്തെ കൈറയിൽ ജോലി ചെയ്തിരുന്ന ഒരു മഹാമാന്യൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കമുള്ള കാര്യങ്ങളാണ് ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. അപ്പൊ സർക്കാരിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് ഇത്തരം കിണർഗോലു ടീമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം വൃത്തികേടുകൾ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. പിന്നെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ എന്താണ് വസ്തുതാവിരുദ്ധമായിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ നമുക്കതെല്ലാം സംബന്ധിച്ച് കൃത്യമായിട്ട് എത്രയോ ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ വിഷയത്തിൽ ആ പരസ്യത്തിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളുടെ വസ്തുതകളിലേക്ക് പോയി ചർച്ച ചെയ്യാനാണെങ്കിൽ നമുക്ക് ദിവസങ്ങളോടത്ത് ചർച്ച ചെയ്യാം. നേരത്തെയും ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ ഇവിടെ ബഹുമാനപ്പെട്ട അരുൺകുമാർ പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ആ പരസ്യത്തിൽ ഒരു കാര്യത്തോട് അദ്ദേഹത്തിന് പോയി യോജിക്കാൻ കഴിയാത്തൊരു കാര്യമുണ്ട്. KSRTC ലാഭത്തിലായി എന്ന് പറയുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഗണേഷ് കുമാറിന്റെ ഒരു ഇന്റർവ്യൂ കൊണ്ട് അതിൽ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ KSRTC-യിൽ ഒരാളെ പോലും പുതുതായി ജോലിക്ക് എടുത്തിട്ടില്ല. അപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത്, ഒരു ബസ് നോക്കാൻ വേണ്ടി 10-16 പേരുണ്ടായിരുന്നു, അത്രയും ആളുകളുടെ ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ KSRTC-ലെ ജോലിക്കാരുടെ എണ്ണം അങ്ങോട്ട് കുറച്ചു. UDF ഭരിക്കുന്ന സമയത്ത് 40,000-ത്തിലധികം പേര് ജോലി ചെയ്തിരുന്ന KSRTC-യിൽ ഇപ്പൊ LDF ഭരിക്കുമ്പോൾ 10,000-18,000 പേര് മാത്രമേ ഇപ്പൊ ജോലി ചെയ്യുന്നുള്ളൂ. 10-20,000-ത്തിലധികം മലയാളികളുടെ ജോലി ഈ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവായിരുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും 10-20,000-ത്തിലധികം യുവാക്കളുടെ ജോലി ഇല്ലാതാക്കിയ സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ എന്ന് ആരാ പറഞ്ഞത്? ഈ KSRTC-യുടെ ചുമതലയുള്ള മന്ത്രിയായിട്ടുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ വലിയ അവകാശവാദം പോലെ പറയുക മാത്രമല്ല, ഇനിയും എണ്ണം കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. ഇനിയും എണ്ണം കുറയ്ക്കണം എന്ന് പറയുന്നു. ഇവിടെ രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആളുകളുടെ റിക്രൂട്ട്മെന്റ് ഇല്ലാതാവുന്നതിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ സമരം ചെയ്യുന്ന പാർട്ടികളാണ് അരുൺകുമാറിന്റെ പാർട്ടിയും എന്റെ പാർട്ടിയും ഒക്കെ. അപ്പൊ അരുൺകുമാറിന് ഈ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവായിരുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് 10,000-കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സാഹചര്യം, ആ സാഹചര്യത്തോട് DYFI നേതാവ് കൂടിയായിട്ടുള്ള ഈ അരുൺകുമാറിന് എന്താ പറയാനുള്ളത്? ശരി, ശരിയല്ലേ, യാഥാർത്ഥ്യമല്ലേ ചൂണ്ടിക്കാണിച്ചെന്നുള്ളതാണ്. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് എന്നതും പരീക്ഷ എഴുതിയത് പുസ്തകം അതൊക്കെ യാഥാർത്ഥ്യമല്ലേ എന്ന ചോദ്യത്തിനുള്ള മറുപടി. സ്മൃതി, അവിടെ ഒരു അപകടം ഇരിക്കുന്നത്, അപ്പൊ ഈ പരസ്യം കൊടുത്തതിലെ നിയമവിരുദ്ധതയും ഈ പരസ്യം കൊടുത്തതിലെ ധാർമ്മിക വിരുദ്ധതയും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുള്ളതാണ്.
ആദ്യം ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഇത് നിയമവിരുദ്ധമായിട്ടുള്ള പരസ്യമാണ്. പ്രതിപക്ഷത്തിനെതിരെ സർക്കാരിന്റെ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതാക്കിക്കൊണ്ട് സുപ്രീം കോടതി കോമൺ കോഴ്സ് വേഴ്സ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള വിധിയിൽ പറയുന്നത് പോലെ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതാക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തുല്യതയ്ക്കുള്ള അവകാശം അത് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതാണ്. ആ അവകാശം പ്രതിപക്ഷത്തിന് നിഷേധിച്ചുകൊണ്ട് സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ധൂർത്തും ധാരാളിത്തവും നടത്തിയാണ്. ഈ കേരളത്തിൽ മുഴുവൻ നോക്കൂ, പിണറായി വിജയന്റെ മുഖം വെച്ചിട്ടുള്ള ഹോർഡിങ്സ് ഇങ്ങനെ ഉയർന്നിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക വാരി വെതറുകയാണ് കേരളത്തിൽ. ഇത് മുഴുവൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന ഈ ധൂർത്തും ധാരാളിത്തമൊക്കെ ആരുടെ പണമാണ്? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക കടം വാങ്ങി മുടിഞ്ഞു പോയൊരു നാട്, ആ നാട്ടിലെ ഖജനാവിലെ അവസാനത്തെ പൈസ എടുത്ത് കത്തുന്ന പുരയുന്ന അവസാനത്തെ കഴുക്കോല് മൂരിയെടുത്തുകൊണ്ട് നടത്തുന്ന ഈ പരസ്യ മാമാങ്കം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അതിലെ ധാർമ്മികതയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, അതിലെ നിയമവിരുദ്ധതയാണ് ചോദ്യം ചെയ്യുന്നത്. ഇനി നിങ്ങൾ അതിലെ ആ പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിഷയങ്ങളാണെങ്കിൽ അത് മുഴുവൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഒറ്റ ഉദാഹരണം സന്ദീപ്, ജനത്തിന്റെ പണം എന്നുള്ള വാദം ഈ കേസിൽ നിങ്ങൾക്ക് വാദിക്കാം. പക്ഷെ നേരത്തെ 2 കേസിലും നിങ്ങൾ വാദിച്ച ആ വാദം സർക്കാരിന്റെ വാദം കോടതിയിൽ പൊളിഞ്ഞു കേട്ടോ. അല്ല, ക്ഷമിക്കണം, പ്രതിപക്ഷത്തിന്റെ വാദം. സ്മൃതി, അത് രണ്ടും വേറെ കേസുകളാണ്. അത് സംബന്ധിച്ച് വേറെ ചർച്ച ചെയ്യാന്ന് ഞാൻ ഇന്നത്തെ വിഷയത്തിൽ നിങ്ങൾ ഈ CP അരുൺകുമാറിന് ഈ ചർച്ച വഴിതെറ്റിക്കാൻ ആഗ്രഹമുണ്ട്. ന്യൂസ് ആങ്കറും ആ വഴിക്ക് അങ്ങ് പോകല്ലേ. ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഇന്നത്തെ കാര്യത്തിൽ എന്താ കൃത്യമായിട്ട് പറയാനുള്ളത്? ആ സ്മൃതി ചോദിച്ചു എന്താണ് ഇതിലെ വിഷയങ്ങളിൽ അവർ പരസ്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച്. നമുക്ക് ഇപ്പൊ പവർ കട്ടിന്റെ കാര്യം പറഞ്ഞു. നോക്ക് എന്ത് വലിയ മണ്ടത്തരാ പറയുന്നത്. എങ്ങനെയാണ് കേരളത്തിൽ പവർ ജനറേഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ കേരളത്തിൽ പവർ കട്ടില്ലാത്ത സാഹചര്യം എങ്ങനെ ഉണ്ടായത് നമ്മൾ പരിശോധിക്കണ്ടേ? തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ 8 മണിക്കൂറും 10 മണിക്കൂറും പവർ കട്ട് ഉണ്ടായിരുന്നു. ഇന്ന് അവിടെയും പവർ കട്ടില്ലല്ലോ, അവിടെ പിണറായി അല്ലല്ലോ ഭരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? രാജ്യത്ത് എന്താ മാറ്റം ഉണ്ടായത്? രാജ്യത്ത് എങ്ങനെ മാറ്റം ഉണ്ടായി? ഇന്തോ-US സിവിൽ ന്യൂക്ലിയർ ഡീൽ ഒപ്പിടുന്ന സമയത്ത് ഈ അന്നത്തെ UPA സർക്കാരിനെ വലിച്ചു താഴെയിടാൻ നോക്കിയവരാണ് അരുൺകുമാറിന്റെ പാർട്ടി. എന്തിനായിരുന്നു ഇന്തോ-US സിവിൽ ന്യൂക്ലിയർ ഡീൽ? ഇന്ത്യയിൽ ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ കൂടംകുളം ഉൾപ്പെടെയുള്ള രാജ്യത്ത് ആണവ നിലയങ്ങളുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി UPA സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ, രാജ്യത്തെ ഊർജ്ജ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ ആ സർക്കാരിനെ പിടിച്ച് താഴെയിടാൻ വേണ്ടി മുന്നിൽ നിന്നവരാണ് അരുൺകുമാറിന്റെ പാർട്ടിക്കാർ. ആരോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്തു? BJPയോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്തു. എന്തിന്? ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാരിനെ അധികാരത്തിൽ താഴെയിടാൻ. എന്നിട്ട് ഈ രാജ്യത്ത് ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കിയപ്പോൾ, രാജ്യത്തെ ഊർജ്ജ ഉത്പാദനം വർദ്ധിച്ചപ്പോൾ ഗ്രിഡ് സാങ്കേതിക വിദ്യയുടെ പുതിയ കാലഘട്ടത്തിൽ പുതിയ സാങ്കേതിക വിദ്യ വന്ന് ഗ്രിഡ് അടക്കമുള്ള സംവിധാനങ്ങൾ വർദ്ധിച്ചപ്പോൾ രാജ്യത്ത് തമിഴ്നാട് അടക്കമുള്ള വൈദ്യുതി ഷോർട്ടേജ് ഉണ്ടായിരുന്ന മിക്ക സംസ്ഥാനങ്ങളും പവർ കട്ട് ഇല്ലാതായി. അത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും വന്നിട്ടുള്ള ഒരു ഫിനോമിനയാണ്, കേരളത്തിൽ മാത്രമൊന്നുമല്ല. ഇനി ഒരു കാര്യം കൂടി പറയാം. അങ്ങനെയാണെങ്കിൽ ഈ മേനി നടിക്കുന്നവരൊന്ന് പറയണം. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ കേരളത്തിൽ ഒരു ദിവസത്തെ വൈദ്യുതി ഉപയോഗം എന്ന് പറയുന്നത് 4400 മെഗാവാട്ട്. ഇന്നത് 5500 മെഗാവാട്ടാണ്. 1100 മെഗാവാട്ടിന്റെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചു. നിങ്ങൾ 10 വർഷം കൊണ്ട് എത്ര മെഗാവാട്ട് വൈദ്യുതി കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാൻ തുടങ്ങി? കേവലം 150 മെഗാവാട്ട്. ബാക്കി മുഴുവൻ നാഷണൽ ഗ്രിഡിൽ നിന്ന് എടുക്കുകയാണ്. അത് വലിയ വിലയ്ക്ക്, കൂടിയ വിലയ്ക്ക് കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് KSEB വലിയ കടക്കടയിലേക്ക് പോകുന്നു. അതാണ് നാട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത്. KSRTC 10,000 പേരെ തൊഴിലില്ലാതാക്കിക്കൊണ്ട് KSRTC ലാഭത്തിലായേ എന്ന് വ്യാജ അവകാശവാദം ഉന്നയിക്കുകയാണ്. വ്യാജ അവകാശവാദം. അങ്ങനെ 10,000 പേരെ തൊഴിലില്ലാതാക്കിയ ആ നടപടിയോട് എങ്ങനെയാണ് DYFIയുടെ നേതാവായിട്ടുള്ള അരുൺകുമാർ യോജിക്കാൻ കഴിയുന്നത്? ദേശീയ തലത്തിൽ നാഷണൽ ഗ്രിഡ് അടക്കമുള്ള കാര്യങ്ങൾ വന്ന് നമ്മുടെ ന്യൂക്ലിയർ, അതല്ലെങ്കിൽ ആണവ വൈദ്യുതി, അതല്ലെങ്കിൽ നമ്മുടെ റിന്യൂവബിൾ എനർജി, അതിലൊക്കെ വന്നിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട്, വൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് മിക്ക സംസ്ഥാനങ്ങളിലും പവർ കട്ട് ഇല്ലാതായപ്പോ നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാത്തോണ്ടാ? അപ്പൊ തമിഴ്നാട്ടിൽ വൈദ്യുതി പവർ കട്ട് ഇല്ലാതായത് എങ്ങനെയാ ഒന്ന് പറയാവോ? ഇപ്പൊ തിരുപ്പൂരും കോയമ്പത്തൂരും അടക്കമുള്ള നമ്മുടെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുള്ള സ്ഥലങ്ങളിലൊക്കെ പണ്ട് ജനറേറ്റർ വാങ്ങി 8 മണിക്കൂറും 10 മണിക്കൂറായിരുന്നു അവിടെ ഈ ഉത്പാദനം നടന്നിരുന്നത്. ഇപ്പൊ എന്താ അവസ്ഥ? അവിടെ ഇല്ലാതായില്ലേ? അപ്പൊ ഇതെല്ലാം നടന്നിട്ടുള്ള ഈ മാറ്റങ്ങളൊക്കെ ഞങ്ങളുടേതാണെന്ന് മെയിൻ അടിച്ചുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ടാണ് ഈ പരസ്യം കൊടുത്തത്. കള്ളം അതല്ല പ്രശ്നം. ആ കള്ളം പറഞ്ഞ് പരസ്യം കൊടുത്തതേ അല്ല പ്രശ്നം. അത് കള്ളമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ മലയാളികൾക്കുണ്ട്. ഈ പിണറായി വിജയനും സംഘവും പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും മലയാളികൾക്കുണ്ട്. ഇവര് അമ്പലക്കള്ളന്മാരാണ്. നാട്ടിലെ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ സ്വർണം കട്ടവന്മാരാണ്, കള്ളന്മാരാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മലയാളികൾക്കുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല. ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട്, ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയന്റെ അവദാനം പാടാനും ജയ പാടാനും കാരണഭൂതിന് തിരുവാതിരക്കളി പാട്ടുണ്ടാക്കാനും അല്ല ഈ പണമൊക്കെ ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? അതായത് നിങ്ങളെ പോക്കറ്റിൽ നിങ്ങൾ പിരിച്ച പണം കൊണ്ടങ്ങ് നടത്തണം, സർക്കാരിന്റെ പണം കൊണ്ട് നടത്തേണ്ടതല്ല. ശരി. Debate with Smriti Parathikkad.